അപ്പോൾ നമ്മളിനി അടുത്തത് പോകുന്നത് ഹഡിംബ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാഷിഷിൽ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. നമ്മളവിടെ വണ്ടി നിർത്തി കുറച്ചങ്ങോട്ട് കയറി ആ ഒരു ഹോട്ട് സ്പ്രിംഗ് ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ പകമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ മുൻപ് വന്നിട്ട് കണ്ടു. ഞാൻ വൈഫ് മുൻപ് വന്നിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ എന്താ സംഭവം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ പോയത്. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, ഇപ്പോഴും ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, തിളച്ച വെള്ളമാണ് ശരിക്കും. അതിൽ രാവിലെയൊക്കെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വാഷിഷ് ടെമ്പിളിനെ കുറിച്ചിട്ടും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഓൾറെഡി നമ്മളിതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് കണ്ടാൽ മതി. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മണാലിയിലെ ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, ഹദിംബ ദേവി ക്ഷേത്രം. നമ്മൾ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ ലോക്കൽ സൈറ്റ്സിനൊക്കെ പോകില്ലേ, അതിൽ ഉൾപ്പെടുത്തുന്ന മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ്. അതുമാത്രമല്ല മണാലി എന്ന് പറയുമ്പോൾ ആളുകളെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചറുണ്ട്, അതാണ് ഈ ഹദിംബ ദേവി ടെമ്പിൾ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് മണാലി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഹദിംബ ദേവി ടെമ്പിൾ. അതായത് മണാലിയിലെ ലോക്കൽ സൈറ്റ്സിലാണ് മെയിനായിട്ട് ഇത് വരുന്നത്. ആക്ച്വലി നമ്മൾ മണാലി ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഓൾഡ് മണാലിയിലാണ് ഈ ഹദിംബ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മാൾ റോഡ് എത്തിയിട്ടുണ്ട്. മാൾ റോഡിൽ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയൊക്കെ വന്നിരുന്ന്. മാൾ റോഡ് അതായത് മണാലിയിൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ട്രീറ്റാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞു പോയത്. ആക്ച്വലി ഈ ഒരു മാൾ റോഡിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റിൽ വന്നിട്ടുള്ള ഒരു വിഷ്വൽസ് നമ്മൾ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. മാൾ റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹദിംബ ദേവി ടെമ്പിളിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് മണാലിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മണാലിയെ കുറിച്ചിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മണാലിയെ കുറിച്ചിട്ടുള്ള ഒരു ഓൾ ഇൻ ഓൾ പിക്ചർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മണാലിയെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ലോക്കൽ സൈറ്റ്സിനും മഞ്ഞ് കാണാൻ എവിടെ പോകേണ്ടതെന്നുള്ളതും, മണാലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ കറങ്ങേണ്ടതെന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെ മണാലിയിലേക്ക് എത്താമെന്നുള്ളതും, മണാലിയിലേക്ക് എത്ര രൂപ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കുറിച്ചൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് വന്നിട്ട് മണാലിയിൽ 3 പകൽ കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പാക്കേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു 1.5 കിലോമീറ്റർ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹദിംബ ദേവി ടെമ്പിളിൻ്റെ അവിടെ എത്തും കേട്ടോ. മണാലിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഹദിംബ ദേവി ടെമ്പിൾ. സ്നോ ഉള്ളപ്പോൾ വെച്ചെങ്കിൽ വേറെ ലെവലായിരിക്കും. ഇപ്പോൾ ഒരു മെയ് മാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അപ്പോൾ സ്നോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവിടെ പോയിട്ട് ആ ഒരു ആംബിയൻസിൽ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക, ഒന്ന് ഒപ്പാനും മനൊക്കെ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അവിടെ പോകുന്നത്. നമ്മൾ ഹഡിംബ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹഡിംബ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. നേരെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ അന്ന് പോകുമ്പോഴതൊക്കെ കാണിച്ചു തന്നിരുന്നു. ഒരുപാട് ഷോപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ്. തിരക്കൊക്കെ അതിനെ മൂക്കുടിച്ച കെട്ടിട്ടല്ലേ. നിങ്ങൾ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹദിംബ ദേവി ക്ഷേത്രം. കാടിനുള്ളിൽ ഒരു ദേവദാരു മരങ്ങൾക്കിടയിൽ കുറച്ച് ശാന്തതയും ഭക്തിയും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ?
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന പെർഫെക്റ്റ് പ്ലേസ് ആണ് ഈ ഹദിംബ ദേവി ക്ഷേത്രം. ഓൾഡ് മണാലിയുടെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മണാലിയിലെ മാൾ റോട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ട് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സി വിളിച്ചിട്ടോ ഇവിടേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഗീതോപകരണത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ആ സംഗീതോപകരണത്തിന്റെ പേരാണ് രാവണഹത്ത. നമ്മുടെ ജയ്പൂർ യാത്രകളിലാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ജയ്പൂരിലെ ആംബർ ഫോർട്ടിന്റെ അവിടെ പോയപ്പോഴൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. എന്താണ് രാവണഹത്ത? രാവണഹത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു പുരാതനമായിട്ടുള്ള ഒരു സംഗീതോപകരണം. ഇതുപോലെ വഴിയോര കലാകാരന്മാരും പ്രധാനപ്പെട്ട ചില ഗായകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ഒരു സംഗീത ഉപകരണം. ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ തേങ്ങയുടെ ചിരട്ടുണ്ടല്ലോ, ചിരട്ടയോ അല്ലെങ്കിൽ വല്ല കുടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മരം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് മൃഗത്തിന്റെ തോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ശബ്ദത്തിന് അതിൻ്റെതായ ഒരു ഗാംഭീര്യം ഇവർ കൊടുത്തിട്ടുള്ളത്. രാമായണത്തിലെ രാവണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാദ്യമായതിലാണ് രാവണഹത്ത എന്ന പേര് വന്നതാണ് ഇവർ വിശ്വസിക്കപ്പെടുന്നത്. പറഞ്ഞൂറിന് നമ്മൾ കാട് കയറി. ഇത് ആദ്യത്തെ അനുഭവം അല്ല കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു ഇൻസ്ട്രുമെന്റ് എന്നാണോ ആദ്യമായിട്ട് കേട്ടത് അന്ന് മുതൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് അവിടെ എത്തുമ്പോൾ കുറച്ച് ടൈം നമ്മൾ അറിയാതെ ഇങ്ങനെ നിന്ന് പോകും. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മണാലിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് മണാലിയിലെ ലോക്കൽ സൈറ്റ് സീനിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ഹദിംബ ദേവി ടെമ്പിൾ കേട്ടോ. മഞ്ഞുകാലത്ത് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിന്റെ രൂപത്തിലുള്ള വ്യത്യാസം തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റു ഹിന്ദു ക്ഷേത്രങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ രൂപത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1550 മുതലാണ് ഈ ഒരു അമ്പലം ഇവിടെ പണി കഴിപ്പിച്ചെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഹിമാചൽ പ്രദേശിന്റെ പാരമ്പര്യ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഹദിംബ ദേവി ടെമ്പിൾ. ഐതിഹ്യപ്രകാരം ഹദിംബ ഭീമനെ വിവാഹം കഴിച്ച് പിന്നീട് ഈ കാടിനുള്ളിൽ തന്നെ താമസിക്കുകയും വർഷങ്ങളോളം തപസ്സൊക്കെ നടത്തുകയും ചെയ്തു. ദീർഘകാലത്തെ തപസ്സിന് ശേഷം ഹദിംബ ദേവിയായി മാറി എന്നാണ് വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വിഗ്രഹമില്ല, പകരം ഒരു പാറയാണ് ആരാധിക്കുന്നത്. അത് തന്നെയാണ് ദേവിയുടെ സാന്നിധ്യം എന്നാണ് വിശ്വാസം. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാൻ വിഹാർ, അതായത് മണാലിയിൽ വന്നിട്ട് ലോക്കൽ സൈറ്റ്സിന് നമ്മൾ പോകുന്ന വാൻ വിഹാർ ഉള്ളത്. ആക്ച്വലി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 1 to 2 അവറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ സ്പെൻഡ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മരങ്ങളുടെ നടുവിൽ കുറേ നേരം നമുക്ക് റിലാക്സ് ചെയ്യാൻ കിട്ടാവുന്ന ഒരു അവസരം ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സ് ഒക്കെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലോക്കൽ സൈറ്റ്സിൽ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ബുദ്ധിസ്റ്റ് മോണസ്റ്ററി കാണാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മണാലിയിലേക്കൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഫാമിലിയോടൊത്തൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഡൽഹിയിലെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന പാക്കേജൊക്കെ 4500 മുതൽ അവൈലബിൾ ആണ്. അവരെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ മലയാളി ഫുഡ് കിട്ടുന്നത് ഇപ്പം ലാസ്റ്റ് ദിവസമാണ് മണാലിയിൽ. ഇവിടെ ഒരു സ്ഥലത്ത് മലയാളി ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്.